ജെഫ്രി എപ്സ്റ്റീൻ കേസിലെ വിവാദ ഫയലുകൾ കൈകാര്യം ചെയ്തതിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് ഗുരുതരമായ പാളിച്ചകൾ സംഭവിച്ചുവെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ തുറന്നു പറച്ചിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് ഉണ്ടാക്കിയത്. ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികൾ ഉൾപ്പെട്ട ഈ ലൈംഗിക ചൂഷണ കേസിന്റെ രേഖകൾ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് ഭരണകൂടത്തിലെ ഇത്രയും ഉന്നതനായ ഒരു വ്യക്തി സ്വന്തം സർക്കാരിന്റെ വീഴ്ച പരസ്യമായി സമ്മതിക്കുന്നത്. പ്രശസ്ത മാധ്യമ പ്രവർത്തകനും പോഡ്കാസ്റ്ററുമായ ജോ റോഗന് നൽകിയ അഭിമുഖത്തിലാണ് വാൻസി അപ്രതീക്ഷിത വെളിപ്പെടുത്തൽ നടത്തിയത്. ട്രംപ് ഭരണകൂടം ഈ വിഷയത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന വാൻസിന്റെ കടുത്ത പ്രയോഗം വൈറ്റ് ഹൌസിനെ പോലും പ്രതിരോധത്തിലാക്കുന്നതാണ്. കേസിന്റെ അന്വേഷണ വിവരങ്ങളും പ്രതികളുടെ വിവരങ്ങളും ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച രീതിയിലുണ്ടായ കനത്ത പാളിച്ചകൾ ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ദോഷകരമായി ബാധിച്ചുവെന്ന് അദ്ദേഹം യാതൊരു മടിയുമില്ലാതെ സമ്മതിക്കുന്നു. ഈ വലിയ വീഴ്ചയാണ് ഇപ്പോഴത്തെ അവിശ്വാസ അന്തരീക്ഷത്തിന് അടിസ്ഥാനം. ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയ രംഗത്തുണ്ടായ കടുത്ത അപചയമാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയതെന്ന് വാൻസ് നിരീക്ഷിക്കുന്നുണ്ട്. രേഖകൾ സുതാര്യമായി പുറത്തുവിടുന്നു എന്ന ധാരണയുണ്ടാക്കുന്നതിൽ അധികാരികൾ പൂർണ്ണമായി പരാജയപ്പെട്ടു. കൃത്യമായ വിവരങ്ങൾ യഥാസമയം ജനങ്ങളിലേക്ക് എത്താതിരുന്നതോടെ സർക്കാർ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ഒളിച്ചുവെക്കാൻ ശ്രമിക്കുന്നുവെന്ന തരത്തിലുള്ള ശക്തമായ സംശയങ്ങൾ പൊതുസമൂഹത്തിൽ ഉടലെടുത്തു. എന്നാൽ ഇതൊരു ബോധപൂർവമായ മൂടിവെക്കൽ ശ്രമമായിരുന്നില്ല എന്നാണ് വാൻസ് ഉയർത്തുന്ന പ്രധാന പ്രതിരോധം. എപ്സ്റ്റീൻ കേസിലെ വമ്പൻ സ്രാവുകളെ സംരക്ഷിക്കാൻ ട്രംപ് ഭരണകൂടം കൂട്ടുനിന്നു എന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ അദ്ദേഹം പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. വിവരങ്ങൾ മൂടിവെക്കാനുള്ള യാതൊരുവിധ ഗൂഢാലോചനയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും കേവലം ഭരണപരമായ ഏകോപനമില്ലായ്മ മാത്രമാണ് സംഭവിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. രേഖകൾ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിലുണ്ടായ യാഥാർത്ഥ്യബോധമില്ലാത്ത കടുത്ത പ്രതീക്ഷകളാണ് ഈ വിഷയത്തിൽ വില്ലനായതെന്നാണ് വാൻസിന്റെ പക്ഷം. ഫയലുകൾ പുറത്തുവരുമ്പോൾ എല്ലാ രഹസ്യങ്ങളും ഒറ്റയടിക്ക് വെളിപ്പെടുന്നുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. എന്നാൽ സങ്കീർണമായ നിയമ നടപടികൾ മൂലം അത്തരമൊരു വേഗതയിൽ കാര്യങ്ങൾ നീക്കാൻ സാധിച്ചില്ല. ഈ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതുമില്ല. ഈ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പൂർണ്ണമായി സംരക്ഷിക്കാനാണ് വാൻസ് തന്റെ വാക്കുകളിലൂടെ ശ്രമിക്കുന്നത്. ട്രംപിന് ഈ വിവാദങ്ങളിൽ യാതൊരുവിധ വ്യക്തിപരമായ പങ്കോ താല്പര്യങ്ങളോ ഇല്ലായിരുന്നുവെന്ന് അദ്ദേഹം അടിവരയിടുന്നുണ്ട്. നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനത്തെയും ട്രംപ് പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ ആശയവിനിമയ തകരാറുകൾ മാത്രമാണ് ഇതിന് പിന്നിലെന്നുമാണ് വാൻസിന്റെ വാദം. അതേസമയം മുൻ അറ്റോർണി ജനറൽ പാം ബോണ്ടിക്കെതിരെ ഈ വിഷയത്തിൽ ഉയർന്ന വിമർശനങ്ങളെ അഭിമുഖത്തിൽ വാൻസ് വിശദമായി തന്നെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. പാം ബോണ്ടിയുടെ ചില മാധ്യമ ഇടപെടലുകളും സന്ദേശങ്ങളും കൂടുതൽ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമായി എന്ന വിമർശനം അദ്ദേഹം തള്ളിക്കളയുന്നില്ല. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രസ്താവനകൾ ജനങ്ങളിലേക്ക് തെറ്റായ രീതിയിലാണ് എത്തിയതെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. നിയമപരമായ കടമകളും പൊതുജനങ്ങളുടെ ആവശ്യങ്ങളും തമ്മിലുള്ള വലിയൊരു സംഘർഷമാണ് ഈ കേസിൽ നിലനിന്നിരുന്നതെന്ന് വാൻസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എപ്സ്റ്റീൻ എന്ന ക്രിമിനലിന്റെ ഇരകളായ നിരപരാധികളുടെ സ്വകാര്യതയും വ്യക്തിത്വവും സംരക്ഷിക്കേണ്ടത് നിയമപരമായി സർക്കാരിന്റെ വലിയ ബാധ്യതയായിരുന്നു. വിവേചനരഹിതമായി എല്ലാ ഫയലുകളും പരസ്യമാക്കുന്നത് ഇരകളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുമെന്ന ആശങ്കയും സർക്കാരിനുണ്ടായിരുന്നു. ഇരകളുടെ സുരക്ഷിതത്വവും വിവരങ്ങളുടെ സുതാര്യതയും ഒരേ സമയം ഉറപ്പാക്കുക എന്നത് അതീവ സങ്കീർണമായ ഒരു പ്രക്രിയയായിരുന്നു. പ്രധാന വിവരങ്ങൾ നിയമപരമായ കാരണങ്ങളാൽ ഒഴിവാക്കേണ്ടി വന്നപ്പോൾ അതിനെ ഒരു മൂടുവെക്കലായി ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. ഈ രണ്ടു വശങ്ങളെയും ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നത് ഭരണകൂടത്തിന്റെ വലിയൊരു പരാജയം തന്നെയാണ്. വാൻസിന്റെ ഈ അപ്രതീക്ഷിത വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷം കടുത്ത പ്രത്യാക്രമണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ സുതാര്യമില്ലായ്മ വാൻസ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണെന്നും അതിനു പിന്നിൽ വലിയ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടെന്നും അവർ ആരോപിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഗോതകളിൽ ട്രംപിനെതിരെ പ്രയോഗിക്കാൻ പറ്റിയ വലിയൊരു ആയുധമാണ് വാൻസ് പ്രതിപക്ഷത്തിന് നൽകിയത്. ആഗോളതലത്തിൽ തന്നെ വലിയ മാധ്യമ ശ്രദ്ധ നേടിയിട്ടുള്ള ഈ വിഷയത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നടത്തിയ ഈ തുറന്നു പറച്ചിൽ US രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾക്ക് വഴി തുറക്കും. പരാജയങ്ങൾ പരസ്യമായി സമ്മതിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കാനുള്ള വാൻസിന്റെ ഈ നീക്കം ട്രംപിന് ഗുണം ചെയ്യുമോ അതോ തിരിച്ചടിയാകുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാക്കും. ഏതായാലും വാൻസിന്റെ ഈ ബോംബ് വെളിപ്പെടുത്തൽ അമേരിക്കൻ ഭരണകൂടത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്നതിൽ സംശയമില്ല.